അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഇലക്ഷന് നേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സ്മൃതി ഒരു പക്ഷേ നമ്മുടെ മോഡിജിയുടെ വാരാണസിയിലെ റോഡ് ഷോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലെ ജനപങ്കാളിത്തം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഉത്തർപ്രദേശിലും വടക്കേ ഇന്ത്യയിലും എന്താണ് നടക്കുന്നതിനുള്ള തെളിവാണ്. ഞങ്ങളെ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ SP BSP സഖ്യമാണ്. ഉത്തർപ്രദേശിലെ 2 പ്രബല കക്ഷികൾ തമ്മിലുള്ള സഖ്യമായിരുന്നു. എന്നിട്ട് എന്തായി? ഇത്തവണ BSP വേറെയാണ് മത്സരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അജിത് സിംഗിൻ്റെ പാർട്ടി RLD, അജിത് സിംഗ് മരിച്ചുപോയി, ജയന്ത് ചൗധരിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ പശ്ചിമ UP യിലെ ജാട്ട് മേഖലയിൽ നിർണായക സ്വാധീനമുള്ള RLD ഞങ്ങളെ കൂടെ വന്നു. SP BSP സഖ്യമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് 3% വോട്ടുമാണ്. അപ്പോൾ അത് കൂട്ടിയാലും ആവില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ പോലും SP-ക്കും BSP-ക്കും തോൽപ്പിക്കാൻ ഞങ്ങളെ സാധിച്ചിട്ടില്ല. പിന്നെ ഇവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ടുവച്ച നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വന്നു. തൊട്ടടുത്ത ബീഹാറിൽ ഇവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ടുവച്ച നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ ശക്തി കൂടിയ BJP, ശരത് പവാറിൻ്റെ പാർട്ടിയുടെ 4-ൽ 3 MLA-മാരും അജിത് പവാർ മരുമകനും ഞങ്ങളെ കൂടെ, ശിവസേനയുടെ പാർട്ടിയിലെ 4-ൽ 3 MLA-മാരും ഷിൻഡയും ഞങ്ങളെ കൂടെ. ഞങ്ങൾക്ക് ശക്തി കൂടിയതല്ലേ, ശക്തി കൂടിയ BJP, മോർ പവർഫുൾ BJP. ആ BJP-യാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവരെ ശക്തി ക്ഷയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പിന്നെ പെർഫെക്റ്റ് പ്ലാനിങ് ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്തും ഞങ്ങൾ എന്തൊക്കെ പറയുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ അബദ്ധം വിളിച്ച് പറയാറില്ല, മണിശങ്കർ അയ്യരെ പോലെ. എന്റെ മുഖം നോക്കിയിട്ട് ആഫ്രിക്കക്കാരനെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറയാത്തത്? എന്ത് ഒന്ന് മിണ്ടാതിരിക്കും ചേട്ടാ. സാം പിത്രോഡയുടെ വായ പ്ലാസ്റ്ററിട്ട് ഒട്ടിക്ക് കേട്ടോ. സാം പിത്രോഡയുടെ ഒന്ന് മിണ്ടാതിരിക്കും. സാം പിട്രോണിന്റെ മണിശങ്കരയ്യയും വായ പ്ലാസ്റ്ററിട്ട് ഒട്ടിക്ക്. സാം പിത്രോടെ വായ തുറന്നാൽ, മണിശങ്കർ അയ്യർ വായ തുറന്നാൽ നിങ്ങളുടെ അധോഗതിയും വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. നിങ്ങൾ ആഫ്രിക്കക്കാരനാ? നിങ്ങളുടെ പൂർവികർ ആഫ്രിക്കക്കാരാ? നിങ്ങളുടെ പൂർവികർ ആഫ്രിക്കക്കാരാണോ? ഡു യു ലുക്ക് ലൈക്ക് ആൻ ആഫ്രിക്കൻ? ഡു യു ലുക്ക് ലൈക്ക് ആൻ ആഫ്രിക്കൻ? നിങ്ങളെ ആഫ്രിക്കക്കാരനാ? നിങ്ങളെ ഏത് പൂർവികർ ആഫ്രിക്കയിൽ വന്നത്? കേരളക്കാരും ദക്ഷിണേന്ത്യക്കാരും ആഫ്രിക്കക്കാരാന്ന് പറയും അല്ലേ? പാകിസ്ഥാനെ പേടിക്കണം. മണിശങ്കർ അയ്യർ പറയാ പാകിസ്ഥാനെ പേടിക്കണം. നിങ്ങൾ പേടിച്ചോ? നിങ്ങൾ പേടിച്ചോ? കണ്ടിട്ട് ആഫ്രിക്കക്കാരി തോന്നുന്നുണ്ടോ? ആഫ്രിക്കക്കാരാണത്ര ഇന്ത്യ, ദക്ഷിണേന്ത്യക്കാര് ആഫ്രിക്കക്കാരത്രേ. പൊട്ടത്തരം വിളിച്ച് പറയാ. കേട്ടോ, ഭക്ഷണം കഴിക്കാനും അബദ്ധം പറയാനും, ഭക്ഷണം കഴിക്കാനും അബദ്ധം പറയാനും മാത്രം വായ തുറക്കുന്ന നേതാക്കൾ. ഇനി 5, 6, 7 ഘട്ടങ്ങൾ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് തർക്കം ഇനിയും അടുത്ത ഘട്ടത്തിൽ തുടരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.